ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ +2 എക്സാമിൻ്റെ തിരക്കിലായിരിക്കും. ഇനി +2 കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒട്ടുമിക്ക ആളുകളും, എല്ലാവരും എന്നല്ല, ഒട്ടുമിക്ക ആളുകളും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ മക്കളെ, നമ്മൾ നല്ല ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുക എന്നുള്ളത് ഈ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ല കോളേജിൽ പഠിക്കാതെ നമ്മൾ ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോബ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നല്ല കോളേജിൽ പഠിക്കുക എന്നുള്ളത് നമുക്കറിയാം എൻട്രൻസിലൂടെ അല്ലാതെ അത് പോസിബിൾ അല്ല. അപ്പോൾ എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കും എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ എജുപോർട്ടിൻ്റെ ഒരു ക്രാഷ് കോഴ്സ്, എഞ്ചിനീയറിംഗ് മെഡിക്കൽ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യം മാർച്ച് 29 തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓഫ്ലൈൻ ക്യാമ്പസും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും, ഓഫ്ലൈനിൽ തന്നെ നമുക്ക് റെസിഡൻഷ്യലും ഉണ്ട്, ഡേ സ്കോളേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മക്കൾ, നിങ്ങൾ മാക്സിമം അതിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്രാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ക്രാഷ് പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ക്രാഷ് കിട്ടണം, എൻട്രൻസ് കിട്ടണം എന്നുള്ളതല്ല. പക്ഷേ ക്രാഷ് പഠിച്ച് എൻട്രൻസ് കിട്ടിയ ആളുകളും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കും പ്ലസ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ കിട്ടുന്ന കണ്ടന്റും ക്ലാസ്സും മോക്ക് ടെസ്റ്റുകളൊക്കെയാണ് നമ്മളെ എന്ത് ചെയ്യുക, ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും മാക്സിമം നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും മക്കളെ. അപ്പോൾ എക്സാമിൻ്റെ കൂടെ തന്നെ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാനിങ് കൂടി നിങ്ങൾക്ക് വേണം. ഓക്കെ.